നമസ്കാരം, ഞാൻ ഡോക്ടർ സാരംഗ് രാജേന്ദ്രൻ. കഴിഞ്ഞ ഇടയ്ക്ക് എന്നോട് പേഷ്യൻ്റ് ചോദിച്ചൊരു ഡൗട്ടാണ്, എന്തിനാണ് ഡോക്ടറെ നമ്മൾ സർജറിക്ക് പോകുമ്പം 6-8 മണിക്കൂർ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വേണ്ടപ്പെട്ടവരെയും കൊണ്ടൊക്കെ സർജറിക്ക് പോകുമ്പോൾ ഡോക്ടേഴ്സ് പറയും 6-8 മണിക്കൂർ ഭക്ഷണമോ വെള്ളമോ കൊടുക്കരുത്, വയറ് കാലിയായിട്ടിരിക്കണം. പക്ഷേ ചില പേഷ്യൻസിനെയും കൊണ്ട് പോകുന്ന ആൾക്കാരെ ഡോക്ടേഴ്സ് കാണാണ്ട് അല്ലെങ്കിൽ നേഴ്സുമാർ കാണാണ്ട് വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കലുണ്ട്. എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുന്നതെന്നറിയാം. നമ്മൾ സർജറി ചെയ്യുന്നതിന് മുന്നേ അനസ്തേഷ്യ കൊടുത്ത് പേഷ്യൻറ്റിനെ മയക്കും. ഈ മയക്കി കിടത്തുന്ന സമയത്ത് വയറ്റിൽ ആഹാര സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് വായിലോട്ട് വരികയും ശ്വാസനാളത്തിലോട്ട് കയറുകയും ലങ്സിലെത്തുകയും ചെയ്യും. ഇത് ശ്വാസതടസ്സം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് ഭക്ഷണങ്ങളൊന്നും കൊടുക്കരുത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക്, വയസ്സായവർക്ക്, ഗർഭിണികൾക്കൊക്കെ ആണെങ്കിൽ ഈ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ടൈം, അതായത് വയറ്റിൽ നിന്ന് ഭക്ഷണം ഒഴിവാകുന്ന ടൈം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 6-8 മണി